അമ്മ മോളിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ചെമ്മീൻ വേവിക്കുമ്പോ ഒരു കാര്യം എന്നാന്നറിയോ ശ്രദ്ധിക്കണ്ട. ഞാൻ ചെയ്ത ഒരു ധീര പ്രവൃത്തി. അപ്പ ഇവിടെ ഇല്ലാതിരുന്ന സമയത്താ കാണിച്ചത്. പക്ഷെ വേറൊരാൾ ഇവിടെ വന്നത് കണ്ടുപിടിച്ചു. നല്ല ചെമ്മീൻ കറി കേട്ടോ അത്. നല്ല മഴയാ. അപ്പയ്ക്ക് വരാൻ പോലും പറ്റാത്തത്ര മഴയാ. കാറ്റുണ്ട്. അപ്പൊ മഴയത്ത് നനഞ്ഞാണോ പോടെ? മുളക് പറിച്ചില്ലല്ലോ. മുളക് പോയ വഴിക്ക് പറിക്കായിരുന്നു. അപ്പൊ ഫുൾ നനഞ്ഞു. ഇല്ല, ചോറുണ്ട് കഴിഞ്ഞിട്ടാ ഗുളിക തിന്നണ്ടേ. അപ്പ വന്നിട്ട് വിളമ്പാന്ന് അമ്മ പറഞ്ഞു. മഴയുണ്ട്. അതെന്താന്നറിയോ ഗുളികയുടെ കാര്യം ചോദിച്ചേ? ഞാൻ ഒരു ദിവസം വൈകുന്നേരം ഉണ്ടല്ലോ, കഴിഞ്ഞ വ്യാഴാഴ്ചയാണ്, കഴിഞ്ഞ വ്യാഴാഴ്ച അതായത് ജൂലൈ ഫസ്റ്റ് വീക്കിൽ വരുന്ന ആ വ്യാഴാഴ്ച, ഡേറ്റ് ഞാൻ കറക്റ്റായിട്ട് ഓർക്കില്ല. ആ വ്യാഴാഴ്ച വൈകിട്ട് ഞാനൊരു നെയ് റോസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുവരെ എനിക്ക് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പോൾ നെയ് റോസ്റ്റൊക്കെ കഴിച്ചു വൈകുന്നേരം. കൂടെ ചട്നിയും പലവിധ സാമ്പാർ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കഴിച്ചു. അതൊക്കെ കഴിഞ്ഞ് ഒരു വെളുപ്പാങ്കാലമായി കഴിഞ്ഞപ്പോഴത്തേനും നമ്മൾ യൂഷ്വലി ഉറങ്ങുകയാണ്. പെട്ടെന്ന് എനിക്ക് നല്ല സിവിയർ ആയിട്ടുള്ള ജോയിൻറ്റ് പെയിനും വന്നു, അതുപോലെ തന്നെ ടെമ്പറേച്ചറും വന്നു. എന്താ കാര്യമൊന്നും ഒരു പിടി കിട്ടിയില്ല. കാരണം അത്രയും നേരം യാതൊരു പനിയുടെ ഒരു സിംറ്റംസും എനിക്ക് ഉണ്ടായിരുന്നില്ല. അറ്റ്ലീസ്റ്റ് ഒരു തൊണ്ടവേദനയോ ജലദോഷമോ മറ്റ് പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ആകെ എനിക്ക് ഈ നെയ് റോസ്റ്റ് കഴിച്ചത് മാത്രമേ ഓർമ്മയുണ്ടായിരുന്നുള്ളൂ. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ആകെ ടെമ്പറേച്ചറും ജോയിൻറ്റ് പെയിനുമാണ് വന്നത്. അപ്പം ഞാൻ വേഗം തന്നെ ഒരു ഡോളോ കഴിച്ചു കേട്ടോ, ടെമ്പറേച്ചർ കുറയാൻ വേണ്ടി. അപ്പോൾ ഡോളോ കഴിച്ചു, ടെമ്പറേച്ചർ കുറഞ്ഞു. പക്ഷേ കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേനും അതിൻ്റെ ഡ്യൂറേഷൻ കഴിഞ്ഞപ്പോൾ വീണ്ടും ടെമ്പറേച്ചർ വരാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് തോന്നി ഇതെന്തോ ശരിയാവില്ല എന്ന് കരുതിയിട്ട് പിന്നെ വേഗം തന്നെ വീട്ടിൽ നിന്ന് ഡോക്ടറുടെ അടുത്ത് പോയി കഴിഞ്ഞപ്പോഴത്തേനും ആണ് ഒരു സംശയം പറഞ്ഞത്. ഇത് കഴിച്ച ഫുഡിൽ നിന്ന് എന്തെങ്കിലും മേ ബി സംഭവിച്ചതാകാം, ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഫുഡ് പോയ്സന് വേണ്ടിയിട്ടുള്ള മരുന്ന് ഞാൻ കഴിച്ചു. അത് കഴിച്ച് ഒരു ഡോസ് കഴിച്ചപ്പോൾ തന്നെ എനിക്ക് നല്ല ആശ്വാസം വന്നു കേട്ടോ. അത് ടു ബി ഫ്രാങ്ക് വളരെ റിലീഫ് വന്നു ഒറ്റ ഡോസ് കഴിച്ചപ്പോഴേക്കും. മറ്റത് ടെമ്പറേച്ചർ ജസ്റ്റ് കുറയണമെന്നുണ്ടായിരുന്നുള്ളൂ, പക്ഷെ നമ്മുടെ ഉള്ളിൽ എന്തോ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. ആ ഒരു എന്താണെന്നറിയില്ല, നമുക്ക് മൊത്തത്തിലൊരു സുഖമില്ലായ്മയായിരുന്നു. അപ്പോൾ ഡോക്ടറെ കണ്ടത് ഏതായാലും കറക്റ്റ് ടൈമിനാണ്, വേഗം തന്നെ കണ്ടു. അപ്പോൾ നല്ല മെഡിസിനുമാണ് തന്നത്, ആൻറ്റിബയോട്ടിക്കാണ് തന്നത്. ഇപ്പോൾ നല്ല കുറവുണ്ട്. അപ്പോൾ ആ ഒരു ടൈമിൽ എടുത്ത വീഡിയോ ആണ്. അപ്പോൾ അതുകൊണ്ടാണ് അപ്പം ചോദിച്ചത് ഗുളിക കഴിച്ചോ എന്ന് ചോദിച്ചത്, അതാണ് കേട്ടോ. അപ്പോൾ ഞാൻ വെജിറ്റേറിയനാണ് കഴിച്ചത്, നോൺ വെജ് ഒന്നുമല്ല കഴിച്ചത്. പക്ഷെ എങ്കിലും അതെന്നെ വളരെയധികം തളർത്തി. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഇപ്പോൾ ബെറ്ററായി വരുന്നുണ്ട്. ആ ടൈമിൽ എഡിറ്റിങ്ങും ഷൂട്ടിങ്ങും ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു, എങ്കിലും ഞാനത് മാനേജ് ചെയ്തു. കാരണം എനിക്കത് സ്കിപ്പ് ചെയ്യുന്നത് ഒട്ടും തന്നെ താല്പര്യമില്ല. എനിക്കത് സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അയ്യോ ഞാനത് ചെയ്തില്ലല്ലോ, എന്തോ ഒരു കുറവ് പോലെ എനിക്ക് തോന്നും.
അപ്പോൾ അതുകൊണ്ട് ഞാനത് തട്ടിമുട്ടിയൊക്കെ മാനേജ് ചെയ്ത് പോയിട്ടോ, വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ മാനേജ് ചെയ്ത് പോയി. ഇപ്പോൾ പ്രശ്നമൊന്നുമില്ല, ഇപ്പോൾ ഓക്കെ ആയി വരുന്നു. മഴയത്ത് പോയാൽ അപ്പം മുളക് കട്ടിയാണ്. ആ ഇതിന്റെ മുളകാണോ അമ്മ എരിവാന്നൊക്കെ പറഞ്ഞേ? അമ്മ മോളിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. സെറാമുളകില്ലേ, സെറാമുളക് ഒരാൾക്ക് കിട്ടാഞ്ഞിട്ട് ഫാർമേഴ്സ് കാർട്ട് കിടപ്പുണ്ട്. എവിടെയോ ചെന്ന് അന്വേഷിച്ചു അവരവരുടെ അതിന്റെ അരി വാങ്ങിച്ച് കിളിപ്പിച്ച് മുളകുണ്ടായിരുന്നു. ഫാർമേഴ്സ് കാർട്ടിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പെട്ടെന്ന് ഓർത്തു നമുക്ക് ഉണ്ടായ കാര്യം. ഇവിടെ ഇന്നാൾ നട്ട അപ്പഴേ ശുശ്രൂഷിക്കാതിരുന്ന വെളുത്ത മുളക് നല്ല ഒരുപാടിന് നല്ല ഭംഗി അത് കാണാൻ. ദൂരെ നമുക്ക് ഉണ്ടായത് കൃഷിത്തോട്ടത്തിൽ നിന്ന് തൈ മേടിച്ചു. നമ്മുടെ വീട്ടുവളപ്പിൽ നട്ടു വളർത്തുന്ന ഒരു കുഞ്ഞു പച്ചക്കറി തൈന്ന് കറിക്ക് ആവശ്യത്തിനുള്ള എന്തെങ്കിലുമൊക്കെ ഒന്ന് നമ്മൾ പറിച്ചെടുത്ത് ഉപയോഗിക്കുമ്പോഴേക്കും നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ഊർജവും ആ ഒരു ഉന്മേഷവും ഒക്കെ ഒരു നല്ലൊരു സുഖമുള്ള ഒരു ഫീലിംഗ് ആണ് കേട്ടോ അത്. നിങ്ങളത് അനുഭവിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. നമുക്കത് പിന്നീട് വീണ്ടും വീണ്ടും നട്ടു വളർത്താനായിട്ടുള്ള ഒരു ആത്മവിശ്വാസമൊക്കെയാണ് അത് നൽകുക, അല്ലേ? ഇത്രയും ഫ്രഷ് മുളക് നമ്മൾ വാങ്ങിച്ചാൽ കിട്ടില്ല. നോക്കട്ടെ. ഫ്രഷ് ഫ്രം ദ ഗാർഡൻ. ഇത് അമ്മ ഏതിനൊക്കെ ഇനി ഉപയോഗിക്കണേ? സാമ്പാറ്, കീമ്പാറ്. പക്ഷെ ഭയങ്കര എരിവാന്നാ പറഞ്ഞേ. നല്ല എരിവുണ്ട്. അതൊരു പ്ലേറ്റിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പടം എടുക്കാം. കാണാൻ നല്ല ലുക്കാ. അല്ല, ഒരു വെള്ള പ്ലേറ്റ് എടുത്താൽ അതിന്റെ ഒരു പടം എടുത്താൽ ദേ അപ്പയുടെ ഫൈനൽ അറേഞ്ച്മെന്റ് ആണ് കേട്ടോ. നല്ല രസമല്ലേ കാണാനായിട്ട്? ഇങ്ങനെ വിരലുകൾ പോലെ നീണ്ടിരിക്കുന്നു. പക്ഷെ 5 അല്ല കേട്ടോ, 5 കൂടുതലുണ്ട്. ചെമ്മീൻ, ഒരു വാളം ചെമ്മീൻ കിള്ളി വൃത്തിയാക്കി വെച്ചാൽ പരിപ്പുള്ള ചെമ്മീനാട്ടോ. ഇത് മീൻ വെക്കുന്ന പോലെ മുളക് ചാറ് വെക്കാൻ പോവാ. അപ്പം ഞാൻ കഴുകി ക്ലീൻ ചെയ്തെടുത്ത് വൃത്തിയാക്കി കഴുകി ഉപ്പിട്ട് വെച്ചേക്കുക. ഉപ്പിട്ട് വെച്ചതല്ല, ഉപ്പങ്ങനെ ഇട്ടുന്നേ ഉള്ളൂ കേട്ടോ. പുളിവെള്ളം ഒഴിക്കാനുണ്ട്. അപ്പം നിങ്ങളെ കാണിച്ച് ചെയ്യാന്നോർത്താൽ അതിന് മുമ്പ് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് ഉള്ളി ഒഴിക്കുന്നു പൊട്ടാൻ വേണ്ടി കേട്ടോ. എന്നിട്ട് 2 കര ഉള്ളി ഇഞ്ചി വഴറ്റാനായിട്ട് വെളിച്ചെണ്ണയിലേക്ക് ചേർക്കുക. 2 കര ഉള്ളി ഇഞ്ചി വേപ്പില ഉണ്ട് കൂട്ടാക്കൂടെ. അത് പൊട്ടുമ്പോൾ അമ്മയുടെ മുഖഭാവം. വേപ്പില ഉണ്ടാക്കൂടത്. നമ്മള് ചതഞ്ഞില്ല ഇഞ്ചി. ഇഞ്ചി ഇട്ടതില്ലേ ചതയാതെ കിടന്നത് ഞാനൊന്നുകൂടെ കല്ലിൽ പിടിക്കാനിട്ടത്. മുളക് പൊടി ഇച്ചിരി മഞ്ഞപ്പൊടി ഉണ്ട് കേട്ടോ. ഇച്ചിരി വെള്ളം ചാലിച്ചിട്ടുണ്ട്. 2 തരം മുളക് പൊടിയുണ്ട്, എരിവും പിരിയനും കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടിട്ടുണ്ട്. അത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. വഴറ്റിയെടുത്തേച്ച് ചെമ്മീത്തിലേക്ക് ചേർക്കാം. ഞാനിതൊന്ന് കഴുകിയെടുക്കട്ടെ വെള്ളം. ആ കൂടെ ഇല്ലേ നമ്മുടെ ഇന്ന് പറിച്ചില്ലേ, ഇതേ ഒരു പച്ചമുളക് മാത്രമേ എടുത്തിട്ടുള്ളൂ. വഴറ്റി അതിലേക്ക് ചേർക്കാം. എണ്ണ തെളിഞ്ഞ് വന്നേക്കണുണ്ടോ? വർത്താനം പറഞ്ഞുകൊണ്ട് നിൽക്കാൻ പറ്റൂല, കരിയും. ആ പാകത്തിന് ഇങ്ങോട്ട് വയ്ക്കാം. ആ പാകത്തിന് കട്ടിലേക്ക് ചേർത്താൽ പിന്നെ കുഴപ്പമില്ലല്ലോ. എണ്ണ ഇനി തെളിഞ്ഞ് വന്ന പാകത്തിന് നമ്മൾ അരപ്പ് വഴറ്റിയത് ചീനിച്ചട്ടിയിൽ മീനാണെങ്കിലും ചെമ്മീനാണെങ്കിലും എന്താണെങ്കിലും അതിലേക്ക് ആഡ് ചെയ്യുക. എന്നിട്ട് ഇനി നമ്മൾ പുളിയോട്ട ഇടേണ്ടവർക്ക് പുളിയോട്ട ഇടാം. ഞാൻ പുളിയോട്ടയല്ല ഇടുന്നത്, ഉരുക്കിയ പുളിയുടെ സിറപ്പാണ് ഇടുന്നത് കേട്ടോ. എന്നിട്ട് അത് ചേർത്ത് ഈ ചെമ്മീൻ വേവിക്കുമ്പോൾ ഒരു കാര്യം എന്നാന്നറിയോ ശ്രദ്ധിക്കണ്ടേ? ഇതിൽ
കഴുകി വെക്കട്ടെ. ഈ ചെമ്മീന് വേവ് വളരെ കുറവാ, മീനിലും വേവ് കുറവാ. അപ്പം അത് കാരണം നമ്മൾ അത് ശ്രദ്ധിക്കണം. ഈ റബ്ബർ പോലെ ഇങ്ങനെയാവും, ഒത്തിരി വെന്ത് കടുകടുന്നായി പോകും. അപ്പം അധികം വെള്ളം ഇങ്ങനെ ഒഴിക്കണ്ട. വെള്ളം മീൻ വേവിക്കുന്ന പോലെ പറ്റിക്കാൻ വെച്ച് കഴിഞ്ഞാൽ ഇത് കടുകടുന്നായി പോകും ചെമ്മീൻ. അപ്പം കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. പിന്നെ കുറച്ച് വെള്ളം അതിൽ നിന്ന് ഇങ്ങനെ വരും. അല്ലെങ്കിൽ വറ്റിച്ചെടുക്കാതെ കൂടുതൽ ചാറ് വേണമെന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. ഇപ്പം ഞങ്ങൾ കുറുക്കിയെടുക്കാറ് സാധാരണ ചെമ്മീൻ വെക്കുമ്പോൾ. ചില സമയങ്ങളിൽ എനിക്ക് അബദ്ധം പറ്റാറുണ്ട്. ചെഞ്ചട്ടി കഴുകി ഒഴിക്കുമ്പോൾ ഇച്ചിരി വെള്ളം അധികമായി പോകും. അപ്പം ഇതിൽ നിന്നും കൂടെ ഇറങ്ങണ വെള്ളം വറ്റിക്കാൻ ഞാൻ ഒരിക്കലും പിന്നെ വെക്കൂല. വറ്റിക്കാൻ വെച്ചാൽ ചെമ്മീത്തിന് ഞാൻ പറഞ്ഞില്ലേ മുറുക്കായി പോകും. ഇനി വേറൊരു കാര്യം ചെയ്യാനുണ്ട്. പുളിയോട്ട ഉരുക്കി വെച്ചിരിക്കുന്നത് പുളി സിറപ്പ് ആവശ്യത്തിന് ഇതിൽ ചേർക്കണം. പുളി സിറപ്പ് കണ്ടോ, നല്ല രസം, നല്ല ക്ലിയർ ക്രിസ്റ്റൽ ആയിട്ട്. അങ്ങനെയത് അത് ഒരു പ്രാവശ്യം എടുത്തു കഴിയുമ്പോ ഇല്ലേ, പുളിസിറപ്പ് തീർന്നു കഴിയുമ്പോ പിന്നെ നമ്മൾ ആ കുപ്പി കഴിയേ ചാട്ടോ അതിലേക്ക്. കഴി ഉണക്കൊന്നും വേണ്ട, കാരണം ഈ ലിക്വിഡ് ഫോമിലല്ലേ. അടുത്ത പ്രാവശ്യം ഉരുക്കി വെക്കുമ്പോ ആ കുപ്പി ഒന്ന് കഴിയേച്ച്, അല്ലെങ്കിൽ അതിൽ പഴയതിരിക്കുന്നതിന്റെ എന്തെങ്കിലുമൊക്കെ അഴുക്കുണ്ടെങ്കിൽ ചിലപ്പോ ഇത് അലമ്പായി പോകും സംഭവം. അപ്പം അതങ്ങനെ ഉണക്കണ്ട കേട്ടോ, കാരണം വെള്ളം തന്നെയല്ല ഇതിലേക്ക് ഒഴിക്കണത്. അപ്പം പുളി ഒരുക്കി വെള്ളം തണുത്ത് കഴിയുമ്പോൾ അതിലേക്ക് ഒഴിച്ച് വെച്ചാൽ മതി. ഇങ്ങനെ ഒരു ഇതിൽ വെക്കണമെന്നേ ഉള്ളൂ. അത് ഇഷ്ടമുള്ളതിൽ വെക്കാം. എപ്പോഴും ഗ്ലാസ് കുപ്പി ആയിരിക്കണമെന്നേ ഉള്ളൂ. ഒരുപാട് പേര് പുളി ഉരുക്കണേ ഞാൻ തന്നെ 3 or 4 പ്രാവശ്യം പലരും ആവശ്യപ്പെട്ടിട്ട് ഇത് ചെയ്തിട്ടുണ്ട്. അപ്പം അത് നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും കേട്ടോ, പുളി ഉരുക്കണേ എങ്ങനെയാണെന്നുള്ളത്. ഇതെങ്ങനെയാണെന്നൊന്ന് പറയാം. പുളിയോട്ട ക്ലീനായിട്ട് കഴുകിയെടുക്കുക. പുളി ഉരുക്കാനുള്ള പുളിയോട്ട എന്നാണ് ഞങ്ങൾ പറയണേ. എന്നിട്ടൊരു പാത്രത്തിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വെച്ച് പുളിയോട്ട അതിലിട്ട് നന്നായിട്ട് തിളപ്പിക്കുക. അപ്പം അതിൻ്റെ സിറപ്പെല്ലാം അതിലേക്ക് ഉരുകി വരും, അറിയാലോ. എന്നിട്ട് സിറപ്പ് കോരിയെടുക്കുക, പിശടായിട്ടുള്ള അത് കളയുക. അങ്ങനെയാണ് ഞാൻ ചെയ്യണത് കേട്ടോ. എൻ്റെ കാര്യം പറഞ്ഞതേ ഉള്ളൂ, ഒന്നും ചെയ്യാനില്ല. കഴുകിയേച്ച് വേണം ഇത് ചെയ്യാമെന്ന് മാത്രം. എന്നിട്ട് അതിന് ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് ഉരുക്കിയെടുക്കുക. അപ്പം അതിൻ്റെ കാമ്പ് മുഴുവൻ, സത്ത് മുഴുവൻ പോരും സിറപ്പിലേക്ക്. അത്രേ ഉള്ളൂ. ഓക്കെ, നമുക്ക് അടുപ്പത്ത് വെക്കാം. ഇത് മതി. ചാറ് വന്നോളൂ കേട്ടോ. എൻ്റെ കാരണം പറഞ്ഞല്ലോ എന്തുകൊണ്ടാണ്. പിന്നെ ചാറ് കൂടുതൽ ആവശ്യമെന്നുള്ളവര്, എൻ്റെ അപ്പച്ചന് ചെമ്മീൻ ചാറ് ഇങ്ങനെ മുളകാറ് വെക്കുമ്പോൾ ഇല്ലേ, അവിടെ ഈ പാടത്തുനിന്ന് കോരുമ്പോൾ ഇഷ്ടം പോലെ പാടത്ത് വെള്ളം കയറി വെച്ച് ഇറങ്ങുമ്പോൾ ഇഷ്ടം പോലെ വല പിടിച്ച് ചെമ്മീൻ കിട്ടും, മുഴുത്ത ചെമ്മീൻ. എന്നിട്ട് കോരുമ്പോൾ ഇങ്ങനെ അവിടെ അടുത്തുള്ള ചേട്ടന്മാർ കൊണ്ടുവരും. അപ്പം ഈ ഇങ്ങനെ മുളക് ചാറ് വെക്കുമ്പോൾ ഇങ്ങനെ ചാറ് കുറുകി പോരാ, കണ്ടമാനം ചാറ് വേണം. മുക്കി ഉണ്ണാൻ ഉരുട്ടി. അപ്പച്ചനും അതെ, കുഞ്ചാച്ചനും അതെ, ചാറ് നന്നായിട്ട് വേണം. പഴൂരെ കൊച്ചിച്ചാച്ചന് അത്രയും ചാറ് വേണ്ട. ഇവർക്ക് 2 പേർക്കും കൂടുതൽ ചാറ് വേണമായിരുന്നു. അവിടെ അങ്ങനെ ചാറ് കൂടുതലാക്കി വെക്കണം. അപ്പൊ കുഞ്ഞമ്മ എപ്പോഴും പറയും ചാറ് അധികം ഇല്ലാത്ത നല്ലേന്ന്, നൂറ്റാച്ചയുടെ. പക്ഷെ ഇച്ചാച്ചന് ചാറ് വേണം, അപ്പച്ചനും ചാറ് വേണമായിരുന്നു. അതുകൊണ്ട് അവിടെ കൂടുതൽ ചാറായിട്ടാ വെക്കണം. ഇച്ചിരി വേപ്പിലയും കൂടെ ഇട്ടേക്കാം കേട്ടോ. ഇതിപ്പോ വേഗം വേവും. എന്ത് കഴിഞ്ഞാൽ നമുക്ക് ഓഫ് ചെയ്യാം, അത്രേ ഉള്ളൂ പരിപാടി. ഇച്ചിരി ലാസ്റ്റ് തിളച്ചിത് കഴിയുമ്പോൾ നമുക്ക് ഇച്ചിരി ഉലുവ പൊടിയും കൂടെ ഇടണം, വറുത്ത് പൊടിച്ച് വെച്ചേക്കണം. അത്രേ ഉള്ളൂ. മീൻകറി വെക്കുന്നത് പോലെ തന്നെ, വേറെ ഒന്നുമില്ല. വേവ് അധികം ഇല്ലാന്ന് മാത്രം, അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. ഓക്കെ, ഇച്ചിരി കറിവേപ്പിലയും കൂടെ മീതെ ഇടാൻ. ഞാനൊന്ന് ചുറ്റിച്ചേച്ചേ, അത് എനിക്ക് ഇച്ചിരി വേപ്പില എത്ര ഇട്ടാലും അതിൻ്റെ സത്തറി. ചാച്ചാച്ചയുടെയാ അവിടെ നിന്ന് അന്ന് റിങ്കും നീയും അപ്പയും ഋതുക്കും ഒക്കെ കൂടെ പറിച്ചുകൊണ്ട് വന്ന തൈ പറിച്ചുകൊണ്ട് വന്ന അതിൽ എന്തോരം കറിവേപ്പ്. അത് ഞാൻ അപ്പയോട് പറഞ്ഞു നാളെ കുറച്ച് വെട്ടി നിർത്താൻ, മഴയത്താ കറിവേപ്പ് വെട്ടേണ്ടത്. പിന്നെ ഒരു സംഭവം, ഞാനിത് വെന്ത് കഴിയുമ്പോൾ വരാം. പയറിന്റെ കഴിയുമ്പോഴേ ഞാൻ അങ്ങോട്ടൊന്നും വരാം, ഒരു സംഭവം കാണിക്കാൻ. ഞാൻ ചെയ്ത ഒരു ധീര പ്രവൃത്തി അപ്പ ഇവിടെ ഇല്ലാതിരുന്ന സമയത്താ കാണിച്ചത്. പക്ഷെ വേറൊരാൾ ഇവിടെ വന്നത് കണ്ടുപിടിച്ചു. അപ്പ കണ്ടില്ല, അപ്പ ഇതുവരെ അറിഞ്ഞിട്ടില്ല. ഞാൻ പറയാം, നോക്കാം. എനിക്കത് ഒഴിച്ചപ്പോഴേ അത് മതിയെന്ന് തോന്നി. പക്ഷെ ഞാൻ ചാറ് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ പുളി തീരെ കുറവ്. അതുകൊണ്ട് 1 സ്പൂണും കൂടെ ഒഴിച്ചാട്ടോ. ഇനി വേവട്ടെ കേട്ടോ. ഓക്കെ, ചേക്കട്ടെ. അങ്ങനെ ചെമ്മീൻ കറി റെഡിയായി. ഇനി റെഡി ആയി കഴിഞ്ഞാൽ എന്നാ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ഒരു തരി ഉലുവാപ്പൊടി ഇടുക. ദേ അത് കൈകൊണ്ടങ്ങ് എടുക്കാം. ദേ കുറച്ച് മതി, ദേ ഒരു പിഞ്ച് നമ്മൾ വറുത്ത് പൊടിച്ച് വെച്ചേക്കണം കേട്ടോ. അത് ഇടുക, ഒന്ന് ചുറ്റിക്കുക, ഓഫ് ചെയ്യുക. കാണിക്കാം ചുറ്റിക്കൽ. നീ പറയുന്നത് പിന്നെ എല്ലാ നോൺ വെജിറ്റേറിയൻസിനും ഇഷ്ടമുള്ള ഒരു സ്പെഷ്യൽ. ചിലർക്ക് കഴിച്ചാൽ പ്രശ്നമുണ്ട്. ചെമ്മീൻ സീ ഫുഡ് അല്ലേ, പറയാറുണ്ട് അങ്ങനെ.
അങ്ങ് ചിറ്റിക്കുക. കണ്ടോ, ചാറ് അധികം ഇല്ലാതെ ആട്ടോ എടുത്തേക്കണത്. അപ്പം ഞാൻ ഇച്ചിരി ഈ സ്പൂൺ വയൽ വയ്ക്കാൻ പറ്റില്ല, വേറെ ഇളക്കണ സ്പൂണാണ്. ഇത് വയൽ വെച്ച വക്കൊക്കെ ഇങ്ങനെ ഇരിക്കണതാണ്. ഇത് ഞാൻ ഇച്ചിരി ടേസ്റ്റ് ചെയ്യാൻ തരാം കേട്ടോ. ചെയ്യാനൊന്നുമില്ല, എനിക്കറിയാം അതിൻ്റെ സ്മെല്ല് തന്നെ ഉണ്ട്. അപ്പം നമുക്ക് എന്നിട്ട് ഓഫ് ചെയ്യാം, അല്ലെങ്കിൽ കടുകടുന്നായി പോകും ഒരുപാട്. ചെമ്മീനായതുകൊണ്ടാട്ടോ. ഇച്ചിരി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിക്കേ. ആദ്യം അമ്മ ടേസ്റ്റ് ചെയ്ത് നോക്കി. ഞാനൊന്ന് നോക്കിയതാ. നല്ലതാ, നല്ല ടേസ്റ്റ് ഉണ്ട്. എരിവും പുളിയും ഉപ്പും എല്ലാം പാകാം. ഇനി ഓഫ് ചെയ്യുക കേട്ടോ. അതെ, ഓഫ് ചെയ്യുക മതി, ഇനി ശരിയാവില്ല. അടിപൊളി അടിപൊളി. നോക്കട്ടെ, ചോറുണ്ണുമ്പോ കഴിക്കാം. അടിപൊളി. കഴിച്ചു നോക്കി, എനിക്ക് അധികം വേണ്ട. എങ്ങനെ തരുമെന്നുള്ളതാ. ഏയ് ഞാൻ ഫോക്കസ് ചെയ്യുമ്പോ അമ്മ ഇങ്ങനെ മാറ്റിക്കൊണ്ട് കഴിക്കാൻ തന്നെതാണ്. നമ്മൾ തയ്യാറാക്കിയിരിക്കുന്ന ചെമ്മീൻ മുളക് ചാറ് അല്ലേ, പറയാനും മറ്റേ 9 മണിയായപ്പോഴത്തേക്കും ഇല്ലേ ചിക്കൻ വെളിവൊക്കെ കുറഞ്ഞു. രാത്രിയായില്ലേ, ഇത്രയും സമയമായില്ലേ. കാരണം വീഡിയോസ് പലതും ഉണ്ടായിരുന്നു, പിന്നെ ചില സാങ്കേതിക പ്രശ്നങ്ങൾ അല്ലേ. എനിക്ക് ഫുഡ് പോയ്സൺ വന്നു. അതാ ഞാൻ പറയാൻ വന്നത് പൂർത്തീകരിച്ചില്ലെന്നേ ഉള്ളൂ. കേട്ടോ, വെജിറ്റേറിയൻ കഴിച്ചതാ, പക്ഷെ പോയ്സൺ വന്നു. മെഡിസിൻ കഴിച്ചോണ്ടിരിക്കുക കേട്ടോ. പക്ഷെ എങ്കിലും നമ്മള് വീഡിയോയ്ക്കൊന്നും മുടക്കം വരുത്തിയിട്ടില്ല കേട്ടോ. ഫുഡ് പോയ്സൺ വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈകിട്ട് വന്നു, പിറ്റേ ദിവസം വൈകിട്ടാണ് ഡോക്ടറെ കണ്ടത് അല്ലേ. ഇപ്പൊ മെഡിസിൻ ഉണ്ട്, ആന്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ വീഡിയോ തകൃതിയായിട്ട് എടുക്കുന്നുണ്ട്. നല്ല ബോഡി പെയിനാ. ഓക്കെ ഓക്കെ. നല്ല ചെമ്മീൻ കറി കേട്ടോ അത്, അല്ലേ അല്ലേ? ഉഗ്രൻ ചെമ്മീൻ കറിയാ. ചെറുതിനാണല്ലേ. സമയം എടുക്കും അല്ല, പക്ഷെ അമ്മ പിടിപിടിന്ന് ചെയ്യൂ കേട്ടോ. ഓരോന്ന് എടുത്തിരുന്ന് ചെയ്യണ്ടേ. നല്ല രുചിയാ, പക്ഷെ നല്ല ടേസ്റ്റി ആയിരുന്നു. എനിക്ക് തോന്നുന്നു ചെമ്മീൻ കറി ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ളൊരു വെറൈറ്റി ഡിഷാന്ന് തോന്നുന്നു. ചെമ്മീൻ മുളക് ചാറ് വെക്കാറുണ്ടോ? നല്ല കിടിലൻ ടേസ്റ്റാണ്. പൊതുവെ എല്ലാവരും ചെമ്മീൻ ഫ്രൈ, ചെമ്മീനും തേങ്ങാക്കൊത്ത് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ, ചെമ്മീൻ ചാറ് കറി അങ്ങനെയൊക്കെ തേങ്ങ അരച്ച് ചാറ് കറിയൊക്കെ വെച്ചതായിട്ടാണ് കേട്ടിട്ടുള്ളത്. ചെമ്മീൻ മുളക് ചാറ് വെച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി സാധനമാണ് കേട്ടോ. എനിക്ക് സത്യത്തിൽ ഇതുണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട. ഭയങ്കരമായിട്ട് നമ്മൾ ഊണ് എൻജോയ് ചെയ്യും. അതെ, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാലോ. ഒരിത്തിരി ചാറ് ചോറിലേക്ക് ഒഴിക്കുന്നു. ചാറ് മാത്രം മതി കേട്ടോ, ചെമ്മീൻ്റെ സ്വാദ് അതിനകത്ത് നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ടല്ലോ. പിന്നെ ഒരു 2-3 കുഞ്ഞു ചെമ്മീൻ എടുത്ത് ചോറിലേക്ക് വെക്കുക. എല്ലാം കൂടി കൂട്ടി അങ്ങ് കുഴയ്ക്കുക, എന്നിട്ട് അങ്ങ് കഴിക്കുക. ആഹാ, കിടിലനാണ്.